തമിഴ്നാട്ടിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് തമിഴക വെട്രിക്കഴകം. ഇപ്പോഴത്തെ വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷൻ വിജയ്ക്ക് ഇനി മുതൽ വൈ കാറ്റഗറി സുരക്ഷ നൽകും. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക ഉത്തരവ് പുറത്തിറക്കി. വിജയ് പൊതുമധ്യത്തിലെത്തുമ്പോൾ മർദ്ദിക്കുമെന്ന ആഹ്വാനം ചിലർ ഉയർത്തിയതോടെയാണ് പ്രത്യേക സുരക്ഷാ സംവിധാനം സർക്കാർ അനുവദിച്ചത്. ഇതോടെ ഇനി മുതൽ വിജയുടെ സുരക്ഷയ്ക്കായി 2 കമാൻഡോമാരും 8 മുതൽ 11 വരെ CRPF ഉദ്യോഗസ്ഥരും ഉണ്ടാകും. തമിഴ്നാട്ടിൽ മാത്രമായിരിക്കും വിജയ്ക്ക് വൈ കാറ്റഗറി സുരക്ഷ നൽകുക. തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് തമിഴ്നാട്ടിൽ ഉടനീളം റാലി നടത്താനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടി മുൻനിർത്തിയാണ് ആഭ്യന്തര മന്ത്രാലയം പുതിയ സുരക്ഷാ സംവിധാനം വിജയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ വിവിധ വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇത്തരത്തിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ നൽകാറുണ്ട്. വിവിധ കാറ്റഗറികളിലായി നൽകുന്ന ഈ സുരക്ഷകൾക്ക് വിവിധ തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. X, Y, Z, Z+ എന്നിങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് പ്രധാനമായും ഉള്ളത്. എന്താണ് X കാറ്റഗറി സുരക്ഷ എന്ന് നമുക്ക് നോക്കാം. പോലീസോ ഏതെങ്കിലും സുരക്ഷാ ഏജൻസികളോ നൽകുന്ന സുരക്ഷാ കാറ്റഗറിയാണ് X കാറ്റഗറി സുരക്ഷ. സംരക്ഷണം ലഭിക്കുന്ന വ്യക്തിയോടൊപ്പം സായുധരായ 2 ഗാർഡുകൾ ഉണ്ടാവും. ഒരു സമയം ഒരാൾ മാത്രമായിരിക്കും സംരക്ഷണം നൽകേണ്ട വ്യക്തിക്കൊപ്പം ഉണ്ടാവുക. വൈ കാറ്റഗറി സുരക്ഷ എന്ന് പറയുന്നത് സംരക്ഷണം നൽകേണ്ട വ്യക്തിക്ക് ചുരുങ്ങിയത് സായുധരായ 5 ഉദ്യോഗസ്ഥരാണ് സുരക്ഷ നൽകുക. ഇതിൽ 2 പേർ റെസിഡൻഷ്യൽ സുരക്ഷയ്ക്കും 3 പേർ ഓൺസൈറ്റ് സുരക്ഷയ്ക്കുമാണ്. സംസ്ഥാന പോലീസോ കേന്ദ്ര സുരക്ഷാ സേനയോ ആയിരിക്കും ഈ സംരക്ഷണം നൽകുക. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആവശ്യാനുസരണം നിയമിക്കാം. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, അഭിനേതാക്കൾ, ബിസിനസ്സുകാർ തുടങ്ങിയവർക്ക് നൽകുന്ന സുരക്ഷയാണ് സെറ്റ് കാറ്റഗറി സുരക്ഷ. CRPF അല്ലെങ്കിൽ NST ഉദ്യോഗസ്ഥരാണ് ഈ സുരക്ഷ നൽകുക. അകമ്പടി വാഹനം ഉൾപ്പെടെ 22 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് സംരക്ഷണം നൽകുക. സെറ്റ്+ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സുരക്ഷാ കാറ്റഗറിയാണ്. മുൻ പ്രധാനമന്ത്രിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ, പ്രധാനപ്പെട്ട മന്ത്രിമാർ തുടങ്ങിയവർക്കാണ് ഈ കാറ്റഗറിയിൽ സംരക്ഷണം നൽകുക. 55 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഈ കാറ്റഗറിയിൽ സുരക്ഷ നൽകാനായി ഉണ്ടാകുക. പ്രധാനമായും NST കമാൻഡോകളെയാണ് ഇതിനായി നിയമിക്കുക. നിരവധി അകമ്പടി വാഹനങ്ങളും പ്രത്യേക സുരക്ഷാ ആയുധങ്ങളും നൽകും. രാജ്യത്തെ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG നൽകുന്ന സുരക്ഷയാണ് SPG കാറ്റഗറി. മുൻ പ്രധാനമന്ത്രിമാർക്കും ഇത് പരിമിതമായ കാലയളവിലേക്ക് നൽകും.